ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റെഡിമെയ്ഡ് ലേസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടി 14 ഇഞ്ച് വിഡ്ത്തും 16 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു ക്യാൻവാസ് നടുവേ മടക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിൽ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. താഴത്തോട്ട് 6.5 ഇഞ്ച് നെക്ക് ഡെപ്തും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ 2 പോയിന്റും സ്കെയിൽ വെച്ചൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 1.5 ഇഞ്ച് മുകളിൽ ഒരു മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി ആദ്യം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് വീണ്ടും ഒരു 1.5 ഇഞ്ച് റൈറ്റിലോട്ടേക്ക് മാർക്ക് ചെയ്യുക. താഴെ വരെ മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ക്യാൻവാസിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ താഴത്തോട്ടേക്ക് ഒരു 15 ഇഞ്ച് ലെങ്ത്തിലും മാർക്ക് ചെയ്യണം. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിലേക്കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ ഒരു ക്ലോത്തിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് എല്ലാ സൈഡിലും ബാക്കി വെച്ചിട്ട് ബാക്കി ഭാഗം മുഴുവൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ പീസ് നടുവിലെ മടക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്കൂടെ ആ നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ സൈഡിൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുറച്ച് ക്ലോത്തില്ലേ, അത് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് സൈഡിലേക്കൂടി മടക്കി തയ്ച്ചാലും മതി. പക്ഷെ പിന്നെ നമ്മളിത് ഫ്രണ്ടിലോട്ട് തിരിച്ചിടുമ്പം ആ സ്റ്റിച്ച് അഴിച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. ഇതാണ് കുറച്ചും കൂടി ഈസി. എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന കുർത്തിയോ നൈറ്റിയോ ഏതാണെങ്കിലും അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ റോങ് സൈഡിൽ വേണം ഈ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാൻ. നെക്കിൻ്റെ പോർഷൻ കറക്റ്റാക്കി വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ആ നെക്കിൻ്റെ സൈഡിലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ കാണിക്കാം മാർക്കിങ്, അതിലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതായി കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മാർക്കിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെല്ലാം അഴിച്ച് മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നെക്കിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. കോർണറിലൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം, എന്നാലും നമുക്ക് ഈസി ആയിട്ട് അത് തിരിച്ച് ഫ്രണ്ടിലോട്ടേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇനി ഇത് നമ്മൾ തിരിച്ച് ഇതുപോലെ ഫ്രണ്ടിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഞാനൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ലേസ് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. എൻ്റെ കയ്യിലുള്ള ലേസിൻ്റെ ഒരു ഭാഗം നീറ്റല്ല, അപ്പോൾ ആ ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഒറ്റൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ കോർണർ വരുന്നിടത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, വീഡിയോയിൽ കാണുന്ന പോലെ. എന്നാലേ കോർണറൊക്കെ നമുക്ക് നീറ്റായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഈ കോർണറിലെത്തുമ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോർണറൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും.
ഇപ്പം ഞാൻ ലേസ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഷോ ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ. അപ്പോൾ അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ ഈ ഗമ്മാണ് എടുത്തിരിക്കുന്നത്, ഈ 6000. അപ്പോൾ ഇതുപോലെ അത് ഷോ ബട്ടൻ്റെ അടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. കുർത്തി കംപ്ലീറ്റായി സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സ്ലീവിൽ ഞാൻ ഈ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.